പ്രിയ പ്രേക്ഷകരെ, യുദ്ധം വ്യാപിക്കുകയാണ്. എന്താണ് ഐറിസ് ദേന എന്ന ഇറാനിയൻ യുദ്ധക്കപ്പലിന് സംഭവിച്ചത്? നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിൽ ഈ ഭൂപടമുണ്ട്. ഇവിടെ നമുക്ക് കൃത്യമായി ഈ ബംഗാൾ ഉൾക്കടൽ കാണാൻ കഴിയും, ഇന്ത്യൻ മഹാസമുദ്രം കാണാൻ കഴിയും. എവിടെ വെച്ചാണ് ഈ അപകടം നടന്നത് എന്നത് അടക്കം ദൃശ്യങ്ങൾ കാണുകയാണ്. നമുക്ക് കാണാൻ കഴിയും, കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അത് ശ്രീലങ്കയെ ചുറ്റി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ വരുന്നുണ്ട് മാർക്ക് 48 വരുന്നുണ്ട്. അവിടെ ഇവിടെ അപകടം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ കപ്പൽ അല്പസമയത്തിനകം തന്നെ താണു പോകുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ കപ്പൽ കൊളംബോയെ ചുറ്റി വരികയാണ്. ഇത്രയും കിലോമീറ്റർ അകലത്തേക്കാണ് ഈ ശ്രീലങ്കയിൽ നിന്ന് ഏതാണ്ട് 76 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്കാണ് ഈ കപ്പൽ എത്തിയത്. അവിടെ നിന്നാണ് മാർക്ക് 48 ടോർപിഡോ എന്ന് പറയുന്ന മിസൈൽ അവിടേക്ക് എത്തുകയും ആക്രമണം ഉണ്ടാവുകയും ചെയ്തത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണാൻ വേണമെങ്കിൽ ഇത്രയും വിശദമായി പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒന്നുകൂടി അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കപ്പൽ പുറപ്പെടുന്ന കാഴ്ച, വിശാഖപട്ടണത്ത് നിന്ന് കപ്പൽ പുറപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊളംബോയെ ചുറ്റി എത്തുന്നു. അവിടെ നിന്ന് ആക്രമണകാരി പുറപ്പെട്ടിരിക്കുന്നു. അവിടെ ഒരു കൂട്ടേരി ഉണ്ടാവുകയാണ്. തുടർന്ന് വലിയ സ്ഫോടനം ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഐറിസ് ദേന എന്ന കപ്പലിന്റെ അപകടമാണ് നമ്മളിപ്പോൾ ഇത്രയും വിപുലമായ സംവിധാനത്തോടു കൂടി കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ അപകടം സംഭവിക്കുകയും എത്രയോ അധികം ജീവനുകൾ, ഇപ്പോഴും 10-60 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത്രയും ആളുകൾ മരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. എന്താണ് ഐറിസ് ദേന എന്ന യുദ്ധക്കപ്പലിന്റെ സവിശേഷത എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരും. ഐറിസ് ദേന ഇറാൻ നാവികസേനയുടെ ഭാഗമാകുന്നത് 2021 5 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള ഒരു യുദ്ധ കപ്പലാണ് ഇത്. 2021 ഈ കപ്പൽ ഇറാൻ നാവികസേനയുടെ ഭാഗമായി മാറുന്നത്. ഇറാൻ നാവികസേനയ്ക്ക് അത്രമേൽ വലിയ കപ്പലുകളൊന്നും സ്വന്തമായുള്ള ഒന്നല്ല. അതിന്റെ സവിശേഷത കൂടി നമുക്ക് നോക്കാം. 95 മീറ്റർ നീളവും 56 കിലോമീറ്റർ പെർ അവർ വേഗവുമുള്ള ഒരു കപ്പലാണിത്. 95 മീറ്റർ നീളമുള്ള ഒരു യുദ്ധക്കപ്പലാണ്. 56 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയുന്നത് എന്നതാണ് സവിശേഷത. ഹെലികോപ്റ്റർ വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ആധുനിക റഡാർ സംവിധാനങ്ങളുണ്ട് എന്നതും പ്രത്യേകതയാണ്. അപ്പോൾ ഇറാന്റെ നാവികസേനയുടെ അതായത് ഇവിടേക്ക് ഒരു നാവികാഭ്യാസത്തിന്, സംയുക്ത അഭ്യാസത്തിന് വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ അത്രമേൽ അവരുടെ അഭിമാനമായ ഒരു യുദ്ധക്കപ്പൽ തന്നെയായിരുന്നു ഇത്. സർഫസ് ടു എയർ മിസൈൽ, പ്രതിരോധ മിസൈലുകൾ, ടോർപിഡോ ലോഞ്ചറുകൾ, ഇതൊക്കെ ഈ യുദ്ധക്കപ്പലിന്റെ ഭാഗമായി തന്നെയുണ്ട്. സർഫസ് ടു എയർ മിസൈൽ ഉണ്ട്, പ്രതിരോധ മിസൈലുകളുണ്ട്, ടോർപിഡോ ലോഞ്ചറുകളെല്ലാം ഈ യുദ്ധക്കപ്പലിന്റെ ഭാഗമായിട്ടുണ്ട്. ഇത്രമേൽ ശേഷിയുള്ള, ഇത്ര മികച്ച സവിശേഷതകളുള്ള ഒരു യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാന് നഷ്ടപ്പെട്ടത്. ഇനി അവിടേക്ക് മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി, ഇറാന്റെ മറ്റൊരു യുദ്ധക്കപ്പൽ കൂടി വരുന്നുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഒരു ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മളടക്കം ഈ രാജ്യങ്ങൾ കൂടി എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ഈ പറയുന്ന കടൽ പ്രദേശത്ത്, ഈ സമുദ്രാതിർത്തിയിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും ഒരു ആശങ്കയുണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ വ്യാപിക്കുകയുമാണ്. കപ്പൽ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ചത് മാർക്ക് 48 ടോർപിഡോ മിസൈലാണ്. അതിന്റെ പ്രത്യേകത കൂടി എന്താണ് എന്നത് നമുക്ക് പരിശോധിക്കാം. ആ വിവരങ്ങൾ കൂടി. 6 മീറ്റർ നീളമാണ് ഈ മാർക്ക് 48 ടോർപിഡോ മിസൈലിനുള്ളത്. 6 മീറ്റർ നീളമാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 6 മീറ്റർ നീളമാണ്. 1558 കിലോ ഭാരമാണ് ഈ മിസൈലിനുള്ളത്. 6 മീറ്റർ നീളം, 1558 കിലോ ഭാരം, ഇത്രയുമാണ് ഈ മിസൈലിനുള്ളത്. 8 കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം തകർക്കാൻ കഴിയും എന്നുള്ളതും പ്രധാനമാണ്. അപ്പോൾ ഈ മിസൈൽ ലോഞ്ച് ചെയ്തത് 8 കിലോമീറ്റർ ദൂരത്തു നിന്ന് മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ളിലാണ് എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 8 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ലക്ഷ്യമാണ് ഈ മാർക്ക് 48 ടോർപിഡോ മിസൈൽ തകർക്കാൻ കഴിയുന്നത്. സോണാർ സെൻസർ സംവിധാനമുള്ള മിസൈലാണ് ഇത്. ഒപ്പം സോണാർ സെൻസർ മിസൈലുള്ള സെൻസർ സംവിധാനം കൂടിയുള്ള ഒരു മിസൈലാണ് ഇത്. ഈ മാർക്ക് 48 ടോർപിഡോ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇറാന്റെ യുദ്ധക്കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് തകർത്തു കളഞ്ഞത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.